ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലൻ ഒരു അയലക്കറിയാണ്, അതും മൺചട്ടിയിൽ. ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒരു മത്സ്യമാണ് അയല. അയല എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കാം, നമ്മൾക്ക് നിരന്തരം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതുമാണ്. ഇനി മീൻ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. അതുപോലെ തന്നെ നല്ല ഫ്രഷ് അയല നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ കറി വയ്ക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ പാൻ വെച്ച് കൊടുക്കാം. പാനിൽ നമുക്കിതെല്ലാം വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മൂത്ത് വരണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് നല്ലപോലെ മൂത്ത് നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി ഇനി വെന്ത് വരണം. തക്കാളി പെട്ടെന്ന് വേവും. നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. നമ്മുടെ തക്കാളി വെന്ത് നല്ല ഒന്ന് വഴണ്ട് സെറ്റായി വരുന്നുണ്ട്. എൻ്റെ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഒന്ന് സെറ്റായി വരണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിപ്പൊടി. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി നമുക്ക് കീറിയിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കുക ചെയ്യേണ്ടത്. നമ്മൾ ആ വഴറ്റിയെടുത്ത സാധനങ്ങൾ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചത് ഈ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിലേക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കറിയുടെ കളർ ഉണ്ടോ, നല്ല അടിപൊളി കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ തള വരും, പെട്ടെന്ന് വേവുക. വെന്ത് സെറ്റായി നമുക്ക് കിട്ടും. നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 കറിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പറായിട്ട് അടിപൊളി മീൻകറി നമുക്ക് കിട്ടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.